80% ഇന്ത്യൻസിനും മന്ത് തീരുന്നതിന് മുമ്പേ അവരുടെ സാലറി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകും. 57% ഇന്ത്യൻസിന് 5000 രൂപയിൽ താഴെയാണ് അവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ എമർജൻസി ഫണ്ട് ആയിട്ടുള്ളത്. 40% ഇന്ത്യൻസിന് മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ അവരുടെ സേവിങ്സിലുള്ള ഫണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 26% ഇന്ത്യൻസിന് സേവിങ്സ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ആയിട്ടോ മാത്രമാണ്. വെറും 10% ഇന്ത്യൻസ് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇത് നമ്മൾ US വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ US ഏകദേശം 60% സിറ്റിസൺസും അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അവരുടെ ആനുവൽ ഇൻകത്തിന്റെ 8 to 10% മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻകം കൂടുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിന്റെ റേറ്റ് കൂടുന്നതിന് പകരം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇൻകം കൂടുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ റേറ്റ് കുറയുകയാണ്. ഈ ഡേറ്റയുടെ എല്ലാം ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഡേറ്റയും ഫിഗേഴ്സും എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ എല്ലാവരും നമ്മളുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഫൈനാൻസസ് ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരിലേക്കും ഈ കാര്യങ്ങൾ, ഈ ഒരു അവയർനെസ്, ഈ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ എത്തിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഈ ഡേറ്റയും ഫിഗേഴ്സും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 2022 ആയി, ഒരു പുതിയ വർഷമായി. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ പേഴ്സണൽ ഫൈനാൻസസിലുള്ള എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരാം. അത് എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതായത് എക്സാക്ട്ലി ഇൻകം ആൻഡ് എക്സ്പെൻസസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അത് ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ യൂഷ്വലി എല്ലാവർക്കും 1 ഇൻകം സോഴ്സ് ആയിരിക്കും ഉള്ളത്. യൂഷ്വലി ചിലപ്പോൾ അത് സാലറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ആയിരിക്കും. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉണ്ടെങ്കിലും അത് എവിടെ നിന്നാണ് എക്സാക്ട്ലി വരുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഔട്ട്ഫ്ലോ, അതായത് നമ്മുടെ എക്സ്പെൻസസ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് നമ്മൾ ബാങ്കിൽ ചെല്ലുക, ലാസ്റ്റ് 2 monthsന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് പോകുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഓരോ എക്സ്പെൻസസും നമ്മൾ കാറ്റഗറി വെച്ച് തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എക്സ്പെൻസസ് എന്ന് വിചാരിക്കുന്ന കാര്യം നമ്മൾ വിചാരിക്കുന്നതിലേക്ക് കൂടുതലായിരുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമുക്ക് പെട്രോളിന് 7000 രൂപയായിരിക്കും ഒരു മാസം ചെലവാകുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് 10,000 rupees ആയിരിക്കും ഒരു മാസം നമുക്ക് പെട്രോൾ ചെലവായിട്ട് പോകുന്നത്. സോ ഇത് ട്രാക്ക് ചെയ്യാൻ നമുക്ക് ബേസിക് ആയിട്ട് ഒരു എക്സൽ ഷീറ്റിൽ പറ്റും, ഒരു ബുക്കും പേനയും എടുത്തിട്ട് പറ്റും. നമുക്ക് പലതരത്തിലുള്ള മൊബൈൽ ആപ്സ് ഉണ്ട്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് മണി മാനേജർ എന്നുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ആപ്പ് ആണ്. അങ്ങനെ ഏതൊരു രീതിയിലാണെങ്കിലും നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. ക്യാഷ് ഫ്ലോ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്കറിയാം, ഓക്കെ, നമുക്ക് ഒരു മന്തിൽ ഇത്രയുമാണ് നമ്മുടെ ഇൻകം വരുന്നത്, ഇതിൽ എങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓരോ കാറ്റഗറിയിലേക്കും എത്രയാണ് എക്സാക്ട്ലി ആ ഒരു എമൗണ്ട്, ആ ഒരു ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ബഡ്ജറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. സോ ബഡ്ജറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂൾ ഉണ്ട്, 50-30-20 റൂൾ എന്നാണ് ഇതിന് പറയുന്നത്. സോ ഇതില് നമ്മുടെ എൻറ്റയർ എക്സ്പെൻസസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 50%, 30%, 20%. ഇതിൽ 50% എന്ന് പറയുന്നത് നമ്മളുടെ നീഡ്സ് ആണ്. അതായത് നമുക്ക് എല്ലാ മാസവും നമ്മുടെ നെസസിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങൾ, നമുക്ക് ഭക്ഷണം, ഗ്രോസറീസ് ആവാം, നമ്മുടെ ട്രാവൽ എക്സ്പെൻസസ് ആവാം, അങ്ങനെയുള്ള പല എക്സ്പെൻസുകളുമാണ് ഈ ഒരു 50% എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി 30% എന്ന് പറയുന്നത് നമ്മുടെ വാണ്ട്സ് ആയിരിക്കണം. അതായത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല, എന്നാൽ നമുക്ക് വേണം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മൾ പുറത്ത് ഡിന്നറിന് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മൂവീസ് കാണാനായിട്ട് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം അതായിരിക്കാം. സോ അങ്ങനെയുള്ളതെല്ലാമാണ് നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു 30% എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇടാം. നമ്മുടെ ഇൻകത്തിന്റെ 20% എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ആയിരിക്കണം. സോ സേവിങ്സിന് വേണ്ടി മാത്രമായിട്ട് എപ്പോഴും നമുക്കൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു പ്രൈമറി ബാങ്ക് അക്കൗണ്ട് മാത്രമായിരിക്കരുത്, നമുക്ക് സേവ് ചെയ്യുന്ന എമൗണ്ട് മാറ്റിയിടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. സോ ഈ എമൗണ്ട് നമ്മുടെ എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞ് വരുന്ന മിച്ചമുള്ള എമൗണ്ട് മാത്രം സേവിങ്സിലേക്ക് മാറ്റണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. എനിക്ക് പേഴ്സണലി അത് പറ്റില്ല. സോ ഞാൻ ചെയ്യുന്നത് എന്താണ്, ഇൻകം വരുന്ന ആ പോയിന്റിൽ തന്നെ ആ 20% എന്നുള്ള എമൗണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്രയാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ട് ഞാൻ അപ്പോൾ തന്നെ ഈ സേവിങ്സിലേക്ക് ഞാൻ മാറ്റിയിടും. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് ഞാൻ എക്സ്പെൻസസിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ 50-30-20 റൂൾ എന്നുള്ളത്
ഒരു ബിഗിനിങ് സ്റ്റേജിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്. നമ്മൾ 20% ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. നമുക്ക് ഇൻകം വരുമ്പോൾ തന്നെ നമ്മൾ 20% സേവ് ചെയ്യുന്നു. ബാക്കി 30% നമ്മൾ വാണ്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. 50% നമ്മുടെ നീഡ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും ഈ ഒരു സെയിം റേഷ്യോയിൽ തന്നെ കൊണ്ടുപോകരുത്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഈ സേവിങ്സ് റേറ്റ് എങ്ങനെ കൂടെ ഈ 20% ഉള്ളത് എങ്ങനെ നമുക്ക് കൂട്ടാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും നമുക്ക് ഓരോ വർഷവും കഴിയുമ്പോഴും നമ്മുടെ ഇൻകം കൂടി നമുക്ക് വരുമല്ലോ. സോ ഈ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ സേവിങ്സ് റേറ്റും അതനുസരിച്ച് കൂടണം. മാക്സിമം നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാതെ നോക്കണം. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം കൂടുന്ന അനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ കൂട്ടി കൊണ്ടുവരുന്നതിനാണ്. നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മൾ ചിലപ്പം വലിയ കാർ മേടിക്കും, കൂടുതൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നോക്കും, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എന്റർടൈൻമെന്റ് കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യും. ചിലർക്കത് ട്രിപ്സ് പോകുന്നതായിരിക്കാം, ചിലർക്ക് പട്ടായയിലേക്ക് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മളെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് കൂടി വരികയായിരിക്കും. ഇതിനാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതനുസരിച്ച് കൂടുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സേവിങ്സ് റേറ്റ് അപ്പോഴും ആ സെയിം രീതിയിൽ തന്നെ നിലനിൽക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്കൊരു നോർമൽ, നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഇൻകം കൂടുന്നതനുസരിച്ച് ആ കൂടുന്ന മാക്സിമം ഇൻകവും മാക്സിമം നമുക്ക് സേവിങ്സിലേക്ക് തന്നെ ഇടാനായിട്ട് നോക്കണം. ബിഗിനിങ്ങിൽ എപ്പോഴും ഈ 50-30-20 റൂൾ നല്ലതാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഈ 20% എന്നുള്ളത് കൂട്ടി നമുക്ക് 30%, 40%, എന്നിട്ട് നമുക്കൊരു 80%, 90% ഒക്കെ വരെ സേവിങ്സ് റേറ്റ് ഇവഞ്ച്വലി എത്തിക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട്. അപ്പം അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഒരു സേവിങ്സ് റേറ്റിന് തന്നെ നമ്മൾ കൊടുക്കണം. കുറച്ച് സേവിങ്സ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇതിൽ ആദ്യം തന്നെ എടുക്കേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട്, ഇപ്പോൾ ഫാമിലി ഉള്ള ആളാണെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുക്കുക. ഒരിക്കലും പേരൻസിനെ ഇൻക്ലൂഡ് ചെയ്തൊരു ഒറ്റ ഇൻഷുറൻസ് ആയിട്ട് എടുക്കരുത്. കാരണം പ്രീമിയം എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ എത്ര ആൾക്കാരാണോ എടുക്കുന്നത് ആ ഗ്രൂപ്പ് ആണെങ്കിൽ എപ്പോഴും അതിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആളുടെ ഏജ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻഷുറൻസിന്റെ പ്രീമിയം വരുന്നത്. പേരൻസിന് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇത് എല്ലാവരും മാറ്റി വെക്കുന്ന ഒരു സംഭവമാണ് ലൈഫ് ഇൻഷുറൻസ്. കാരണം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഇതിനൊരു ആവശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുന്നത്. എപ്പോഴും ലൈഫ് ഇൻഷുറൻസ് നമ്മൾ ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ എപ്പോഴും എടുത്തിരിക്കണം. ബേസിക്കലി നമ്മുടെ ഒരു ആനുവൽ ഇൻകത്തിന്റെ നമുക്കിപ്പോൾ ഒരു ലെറ്റ്സ് ഒരു 10 lakhs ആണ് ആനുവൽ ഇൻകം. അതിന്റെ ഒരു 10 to 15 times ഒക്കെ വരെയാണ് നമുക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കേണ്ടത്. അതായത് ഒരു 1 crore, 1.5 crore to 2 crores ഏകദേശം ഈ ഒരു സം അഷ്വേർഡ് ഉള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കണം നമ്മൾ എടുത്തിരിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്കൊരു 60 years, 65 years വരെ മതി നമുക്ക് ലൈഫ് ഇൻഷുറൻസ്. അതിന് മുകളിലേക്ക് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നമ്മളെ ഡിപ്പെൻഡൻസ് ഒക്കെ, ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഓൾറെഡി പഠിച്ച് അവർ ജോലിയിലേക്കൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. ഒരു 60-65 years വരെ മതി നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതേപോലെ നമുക്ക് എത്രയും പ്രായം കുറവായിരിക്കുമോ എടുക്കുന്ന സമയത്ത് അത്രയും നേരത്തെ എടുക്കുകയാണെങ്കിൽ ഇയർലി പ്രീമിയവും വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ടേം പ്ലാൻസ് മാത്രമേ ഓപ്റ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്ര മെച്യൂരിറ്റി കിട്ടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ അടച്ച പ്രീമിയം നമുക്ക് തിരിച്ചു കിട്ടുന്ന പോളിസികൾ, ഇങ്ങനെ ഉള്ള ഒന്നും തന്നെ നമ്മൾ ഇൻഷുറൻസിൽ എടുക്കരുത്. എപ്പോഴും ടേം ഇൻഷുറൻസ് മാത്രമായിരിക്കണം നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ എടുക്കാവുള്ളൂ. ഇതിനുശേഷം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തെടുക്കണം. അടുത്ത ഏത് ക്രിപ്റ്റോ ആണ് ടു ദ മൂൺ, അല്ലെങ്കിൽ ഏത് NFT ആണ് ഇനി പോപ്പുലർ ആകാൻ പോകുന്നത്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്, ഏത് സ്റ്റോക്കാണ് മൾട്ടി ബാഗർ റിട്ടേൺസ് തരുന്നത്, ഇതെല്ലാം നോക്കുന്നതിന് മുമ്പ്, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കുന്നതിന് മുമ്പ്, ഇതെല്ലാം നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ആയിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ എമർജൻസി ഫണ്ട് എത്ര എമൗണ്ട് ആണ് എന്നുള്ളത് ഓരോ ആൾക്കാരുടെ മന്ത്ലി എക്സ്പെൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അത് പല ആൾക്കാർക്കും പല മന്ത്ലി എക്സ്പെൻസ് ആയിരിക്കുമല്ലോ, പല ലൈഫ് സ്റ്റൈലാണ്, അപ്പം പല എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 50,000 rupees മന്ത്ലി എക്സ്പെൻസ് ഉള്ള, അതായത് മന്ത്ലി ഇൻകം അല്ല, മന്ത്ലി എക്സ്പെൻസ് ഉള്ള ഒരാൾക്ക്, ആ ആൾക്ക് ഒരു 6 months to 12 months
ഒരു ഇൻകം ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം എപ്പോഴും നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അതായത് 3 ലക്ഷം തൊട്ട് 6 ലക്ഷം രൂപ വരെ. ഈ ഒരു എമൗണ്ട് ക്യാഷ് ആയിട്ട് നമ്മൾ ബാങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എനിക്കറിയാം ക്യാഷ് ആയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കുറയും, ഇൻഫ്ലേഷൻ ഉണ്ട്, നമ്മൾ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും ആ ക്യാഷ് ആയിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു സൈക്കോളജിക്കൽ നമുക്ക് സ്ട്രെസ് റിലീഫാണ് ബേസിക്കലി. കാരണം എന്താണ്, ക്യാഷ് ആണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്. നമുക്ക് എന്തൊരു അത്യാവശ്യം എപ്പോൾ വന്നാലും നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് എമർജൻസി ഫണ്ട് നമുക്ക് ക്യാഷ് ആയിട്ട് മാത്രമല്ല, അതിന് മുകളിലേക്കുള്ള എമൗണ്ട്സ് നമുക്ക് പല രീതിയിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അങ്ങനെ പല ഇതുണ്ട്. അതിനെപ്പറ്റിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഈ എമർജൻസി ഫണ്ട് ബിൽഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻവെസ്റ്റിംഗ് ആണ്. സോ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഏതൊരു അസറ്റ് ക്ലാസ്സിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പലതരത്തിലുള്ള അസറ്റ് ക്ലാസ് ഉണ്ട്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ക്രിപ്റ്റോസ് ഉണ്ട്, അങ്ങനെ പല അസറ്റ് ക്ലാസ്സസ് ഉണ്ട്, റൈറ്റ്? പക്ഷെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും ലൂക്രേറ്റീവ് ആയിട്ട്, ഏറ്റവും കൂടുതൽ റിട്ടേൺസും ബെനിഫിറ്റ്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് ഒരു ട്രേഡിംഗ് ഗുരു ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാർക്കറ്റ് ഡെയിലി ട്രാക്ക് ചെയ്ത് ഓരോ സ്റ്റോക്സ് പിക്ക് ചെയ്ത് നമ്മളൊരു ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊന്നും നമുക്ക് മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പാസീവ്ലി തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്സിന്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ലോങ് ടേമിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ബേസിക് ആയിട്ട് ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ETF-ലേക്കോ പാസീവ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ലോങ് ടേമിൽ നമുക്ക് വളരെ നല്ല ഒരു റിട്ടേൺസ് തരുകയും ചെയ്യും. അതേപോലെ ലോങ് ടേമിൽ ഒരു കോമ്പൗണ്ടിങ് കിക്കിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള റിട്ടേൺസ്, ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ഒരു മാജിക് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. സോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പല അസറ്റ് ക്ലാസ്സിലേക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ നമുക്ക് ഗോൾഡിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഫിസിക്കൽ ഗോൾഡ് മേടിക്കരുത്. ഗോൾഡ് നമ്മൾ മേടിക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ആണ്. ഇതിൽ നമുക്ക് ഗോൾഡിന്റെ പ്രൈസ് അപ്രീസിയേഷനിൽ നിന്നുള്ള റിട്ടേൺ നമുക്ക് കിട്ടും. അതേപോലെ ഇയർലി 2.5% നമുക്ക് റിട്ടേൺസ് ആയിട്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ക്രിപ്റ്റോസ് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എപ്പോഴും ആലോചിക്കുക, ക്രിപ്റ്റോ എന്ന് പറയുന്നത് എഗെയിൻ ഇതൊരു പുതിയ സംഭവമാണ്. വളരെ അധികം റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ക്രിപ്റ്റോസ് എന്ന് പറയുമ്പോൾ. നമ്മൾ പല സ്ഥലത്തുകളും കണ്ടിട്ടുണ്ടാവും. സോ ഈ കോയിൻ അല്ലെങ്കിൽ ഈ ടോക്കൺ ഇത്രയും നമ്മൾ ഗ്രോത്ത് ഉണ്ടായി, ഇത്രയും 1000% ഗ്രോത്ത് ആണ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത് എന്നല്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ആസ് ഓഫ് നൗ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയൊരു പെർസെന്റേജ് മാത്രമായിരിക്കണം ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു എമൗണ്ട് മാത്രമേ നമ്മൾ ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ക്രിപ്റ്റോസ് ഉള്ളത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ ഞാൻ പേഴ്സണലി എൻ്റെ പോർട്ട്ഫോളിയോയുടെ ഏകദേശം ഒരു 10% മാത്രമാണ് ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എമൗണ്ട് എനിക്ക് 0 ആയി പോയാലും വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഞാൻ ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കറിയാം ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു കോൾ ആണ് എന്നുള്ളത്. ഓക്കെ, സോ അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഇൻകം കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സോ മിക്ക ആൾക്കാർക്കും എപ്പോഴും ഒരു 1 ഇൻകം സോഴ്സ് ആയിരിക്കും ഉള്ളത്. അതൊരു സാലറി ആയിട്ടായിരിക്കും, നമ്മളൊരു 9 to 5 ജോബ് ചെയ്തിട്ടുള്ള സാലറി ആയിട്ടായിരിക്കും, നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് നിന്നുള്ള ഒരു ബിസിനസ് ഇൻകം ആയിട്ടായിരിക്കും. എപ്പോഴും നമ്മളൊരു മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സോ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് പോലെ, നമ്മൾ പല അസറ്റ് ക്ലാസസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ഇൻകം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു തരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റ് ആണ്. കാരണം നമുക്ക് ഒരു ഇൻകം സോഴ്സേ ഉള്ളെങ്കിൽ ആ ഇൻകം സോഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്കൊരു ജോലിയാണ്, ആ ജോലി പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ഇൻകം അവിടെ സ്റ്റോപ്പ് ആവുകയുള്ളൂ. എന്നാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 1-2 ഇൻകം സോഴ്സ് കട്ടായി പോയാൽ തന്നെ നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് മറ്റ്
ഇൻകം സോഴ്സസ് അവിടെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ എത്രയൊക്കെ സേവ് ചെയ്താലും 1 ഇൻകം സോഴ്സ് ആണുള്ളത്. നമ്മൾ എത്രയൊക്കെ സേവ് ചെയ്താലും ഒരു പർട്ടിക്കുലർ പോയിന്റിന് മുകളിലേക്ക് നമുക്ക് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. സോ എപ്പോഴും നമ്മുടെ ഒരു ഇൻകം കൂട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് തരാനായിട്ട് പോകുന്നത്. അടുത്ത ഒരു 2 പോയിന്റ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷെ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഇപ്പം നമ്മൾ പേഴ്സണലി നമുക്ക് ഫൈനാൻസസിൽ നല്ലൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാവുള്ളൂ. ഇപ്പൊ നമ്മൾ അത്ര കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്കൊരു 60,000 റുപ്പീസ് ആണ് ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് എന്ന് കരുതുക. ഈ 60,000 എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ള ആക്ച്വലി നമുക്കുള്ള ക്യാഷ് അല്ലല്ലോ, അതൊരു ക്രെഡിറ്റ് ലൈനാണ്, റൈറ്റ്? നമ്മൾ ബാങ്കിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ബേസിക്കലി കടം എടുത്തിട്ടേ നമുക്ക് ഈ ഒരു ക്യാഷ്, ഈ ഒരു ലിമിറ്റിലുള്ള ഒരു എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഈ ഒരു ലിമിറ്റ് നമുക്കുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പർച്ചേസിംഗ് പവർ കൂടി എന്നുള്ളൊരു ഇല്യൂഷൻ നമുക്കുണ്ടാവും. ഓക്കെ, എനിക്ക് 60,000 ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 1 lakhന്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. സോ എനിക്ക് അത്രയും ക്യാഷ് എനിക്ക് എപ്പോ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാമല്ലോ, അത് പിന്നെ അടച്ചാൽ മതിയല്ലോ, പർച്ചേസിംഗ് പവർ കൂടി എന്നുള്ള ഒരു ഇല്യൂഷൻ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് കൊണ്ട് നല്ല ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഭാവിയിൽ നമുക്കൊരു വീടിനൊരു ലോൺ എടുക്കണം എന്നൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണിത്. സോ ഇതൊരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, പക്ഷേ ഓൾവേസ് ഇൻവെസ്റ്റ് യുവർ മണി ആൻഡ് ടൈം ഇൻ യുവർ സെൽഫ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ബുക്സ് നമുക്ക് വായിക്കാനായിട്ട്, ചിലപ്പോൾ ചില കോഴ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ടായിരിക്കും നമ്മളിങ്ങനെ ഇതിനു വേണ്ടി നമ്മളുടെ പണവും നമ്മളുടെ സമയവും നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലോങ് ടേമിൽ തരുന്നത്. നമ്മളെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയ അറിവ് നേടുകയും പുതിയ സ്കിൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എപ്പോഴും കൂടി വരികയാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഓൺലൈൻ കോഴ്സസും ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റിലൂടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ഇൻഫർമേഷൻ നമുക്ക് ഇന്റർനെറ്റിലൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് യൂട്യൂബിൽ നിന്നാണെങ്കിലും നമുക്ക് ആർട്ടിക്കിൾസ് ആയിട്ടാണെങ്കിലും നമുക്ക് പോഡ്കാസ്റ്റ്സ് ആണെങ്കിലും ഫ്രീ ആയിട്ട് ലോഡ് ഓഫ് ഇൻഫർമേഷൻ ഇസ് ദെയർ, ഓൾറെഡി ദെയർ ഓൺ ഇന്റർനെറ്റ്. നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് നോളജും സ്കിൽസും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ബുക്സ് വായിക്കുകയാണെങ്കിൽ, സോ ഇപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു റേറ്റ് ഒന്നും ബുക്കിന് വരുന്നില്ല, അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു 300 to 500 റുപ്പീസ് ആണ് ഒരു ബുക്കിന് വരുന്നത്. ഞാനിപ്പോൾ റീസെന്റ് സൈക്കോളജി ഓഫ് മണി എന്നുള്ള ഒരു ബുക്ക് വായിച്ചു. ഞാൻ ആക്ച്വലി വായിക്കല്ലായിരുന്നു, ഞാൻ ഓഡിബിൾ എന്നുള്ളൊരു ആപ്പിൽ ഞാൻ ലിസൺ ചെയ്യുകയായിരുന്നു ആ ബുക്ക്. സോ അത് ഫിനിഷ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അത്. സോ എനിക്ക് പേഴ്സണലി ഒരു ഫിസിക്കൽ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടി ഉള്ള ഒരു ആളാണ് എനിക്ക്. സോ ഞാൻ കൂടുതലും റിലേ ചെയ്യുന്നത് ഷോർട്ട് ഫോം ആയിട്ടുള്ള ആർട്ടിക്കിൾസിലും പിന്നെ വീഡിയോസ്, പോഡ്കാസ്റ്റ്, ഓഡിയോ ബുക്സ്, അതിലാണ് ഞാൻ കൂടുതൽ റിലേ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ആ നോളജ് ഇൻടേക്ക് ചെയ്യാനായിട്ട് പല മാർഗങ്ങളായിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു മാർഗത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ബാക്കി എല്ലാവരും ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് പല മാർഗത്തിലൂടെ നമുക്ക് നോളജ് അക്വയർ ചെയ്യാം, നമുക്ക് സ്കിൽസ് അക്വയർ ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് സ്കിൽസ് കൂടും. നമുക്ക് വേണ്ടി തന്നെ നമ്മളുടെ പണവും നമ്മളുടെ സമയവും നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല റിട്ടേൺസ് തരാനായിട്ട് പോകുന്നത്. സോ ഇത്രയുമായിരുന്നു ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതിൽ നിന്നൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. ആ ലൈക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടുതൽ ആൾക്കാരിലേക്കും എത്താനായിട്ടും അത് സഹായിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏറ്റവും ചീപ്പായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് എന്നറിയാനായിട്ട് ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫൈനാൻഷ്യലി ഫ്രീ.